സിനിമ കഴിഞ്ഞ് തിയേറ്ററിൽ ലൈറ്റ് ഓൺ ആകുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞിരിക്കും, മുഖത്തൊരു ചിരിയും ഉണ്ടായിരിക്കും, ഒപ്പം കുറച്ച് ഗൂസ് ബംസും കൂടെ ഉണ്ടായിരിക്കും. യെസ് ഗൈസ്, അങ്ങനെ വാഴ 2 കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ചെക്കന്മാരെല്ലാം കൂടെ താളിച്ച് വെച്ചിട്ടുണ്ട്. എന്ത് പടമാണ് ഗൈസ്, കിട്ടില്ല പടം. സീൻ ബൈ സീൻ നമുക്കിങ്ങനെ പൊട്ടിച്ചിരിക്കാൻ, ആശരൊക്കെ ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ചിരി വരും. കാരണം നമ്മൾ കുറെ കാലമായിട്ട് ഇവരെ വീഡിയോസ് ഒക്കെ കണ്ട് സോ അവരെ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണുമ്പോഴത്തേക്ക് അവരവിടൊക്കെ എത്തിയല്ലോ എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം മനസ്സിൽ വരുന്നുണ്ട്. അമീൻ ആൻഡ് ടീം. അമീൻ ഇതിനകത്തൊരു ഭയങ്കര കട്ട കലിപ്പനായിട്ട് കാണിക്കുന്നുണ്ട്. അതേസമയം തന്നെ അമീന്റെ ഒരു തിയേറ്റർ സീനുണ്ട് മക്കളെ, കിടിലമാണ്. ചിരിച്ച് മരിക്കാനുള്ള എല്ലാ പരിപാടികളും ചെയ്തു വെച്ചിട്ടുണ്ട്. ഓരോ ക്യാരക്ടേഴ്സിന് പറ്റിയ ആൾക്കാരെയാണ് അവർ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേ കണക്കാണ് പണം കൊണ്ടുപോകുന്നത്. നമ്മൾ അവരിലേക്ക് ഒരാളായിട്ട് നമ്മളങ്ങ് ചെല്ലുകയാണ്. അതേ കണക്ക് നല്ല ഫ്ലോയിലാണ് ഫിലിം പൊക്കോണ്ടിരിക്കുന്നത്. ഒരു ബോറടിപ്പിക്കലോ എഴച്ചിലോ ഒന്നുമില്ല. നമുക്കറിയാം അടുത്ത സീനിൽ ചിരിക്കും എന്ന് ഉറപ്പ്. അടുത്ത സീനിൽ ഒരു കോമഡി വരുന്നുണ്ടെന്ന് നമുക്കറിയാം. എന്നുവെച്ചാൽ അവര് ഹ്യൂമർ അങ്ങനെ വർക്കൗട്ട് ചെയ്യിപ്പിച്ച് ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. അവരെ കണ്ടാൽ തന്നെ നമുക്ക് ചിരി വരും. ഓരോ സീനുകൾ കാണുമ്പോൾ അലന്റെ ഒക്കെ ഒരു നോട്ടം കാണുമ്പോൾ, നമ്മൾ ഇത്രയും കാലവും അലന്റെ ആഷറിന്റെ ഒക്കെ ഒരു ഭയങ്കര ഫണ്ണായിട്ടുള്ള സീനുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇതിനകത്ത് അവരുടെ ഒരു ഇമോഷണൽ സാധനമൊക്കെ അവർ പിടിച്ചിട്ടുണ്ട്. അത് നമുക്കും കരച്ചിൽ വരുന്ന രീതിയിൽ തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. പിന്നെ എടുത്തു പറയാൻ വിജയ് ബാബു, പുള്ളി ഒരു സ്കൂളിലെ മാഷായിട്ടാണ്. കറക്റ്റ് നമ്മുടെയൊക്കെ സ്കൂളിൽ നമ്മൾ കണ്ടിട്ടുള്ളൊരു മാഷ്, അതേ കണക്കൊരു ക്യാരക്ടർ. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് നിങ്ങളത് പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അൽഫോൺസ് സൂത്രൻ ഒരു ഇന്റർവെല്ലിന് കുറച്ച് മുന്നേ അൽഫോൺസ് സൂത്രൻ വന്നിട്ട് സീൻ കയറ്റി അങ്ങ് വെക്കുക. സീൻ ഒരു 1 സ്റ്റെപ്പ് മുകളിലോട്ട് കയറ്റി അങ്ങ് വെക്കുവാണ് സിനിമ. ഇന്റർവെല്ല് കഴിഞ്ഞും അൽഫോൺസ് സൂത്രനിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പുള്ളിയുടെ ഓരോ എക്സ്പ്രഷൻസ്, ഡയലോഗ്, പ്രേമത്തിന്റെ ഒക്കെ ഒരുപാട് റെഫറൻസ് ഡയലോഗ്സ് ഒക്കെ അതിനകത്ത് ആഡ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയാ, ഒട്ടും ഓവറാക്കാണ്ട് എന്നാൽ അടിപൊളി ഒരു പോലീസുകാരനായിട്ടാണ് പുള്ളി അതിനകത്ത്. പുള്ളി ആ സിനിമ ഒരു സ്റ്റെപ്പ് കൂടെ മുകളിലോട്ട് കയറ്റി വെച്ചിട്ട് പുള്ളി അങ്ങ് പോകും. പിന്നെ എഡിറ്റിങ് ആണ് എടുത്ത് ചെയ്യുന്നത്. എഡിറ്റിംഗ് ആണ്. കട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ചില സീനുകളിൽ കട്ട്സ് ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മളെ ചിരിപ്പിച്ചുകൊണ്ട് തന്നെ ആ ഒരു കട്ട്സ്, ഒരു ഫോൺ കോൾ ചെയ്യുന്ന സീനൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഭയങ്കര രസമായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ബോറടിപ്പിക്കാൻ ഇങ്ങനെ ടക്ക് എന്ന് പറഞ്ഞ കട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ചില റീൽസിലൊക്കെ തന്നെ കാണുന്ന രീതിയിലൊക്കെ തന്നെ ഉള്ളൊരു കട്ട്സ് നല്ല രസമുണ്ടായിരുന്നു. അത് സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു സെന്റിമെന്റൽ സീനാണ്. കഴിഞ്ഞ വാഴ ഫസ്റ്റിനകത്ത് അച്ഛൻ മകനാണെങ്കിൽ ഇതിനകത്ത് ഒരു ആങ്ങള പെങ്ങള് അല്ലെങ്കിൽ ചേട്ടൻ അനിയൻ, അതിനെയാണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു കണക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അനിയന്മാരും ചേട്ടന്മാരും ഒക്കെ ഉള്ളവർക്ക് ഭയങ്കരമായിട്ട് അത് കണക്ട് ആവും. ക്ലൈമാക്സിൽ ഒരു കിട്ടില്ല സാധനമുണ്ട്. അത് നമ്മൾ പടം കണ്ടൊന്ന് മൈൽഡായി ഒന്ന് വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു ഗൂസ് മൊമെന്റ് ഇങ്ങനെ തന്നിട്ട് പടം ക്ലോസ് ചെയ്യണം. സിനിമ കഴിഞ്ഞ് തിയേറ്ററിൽ ലൈറ്റ് ഓൺ ആകുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞിരിക്കും, മുഖത്തൊരു ചിരിയും ഉണ്ടായിരിക്കും, ഒപ്പം കുറച്ച് ഗൂസ് ബംസും കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ക്ലൈമാക്സ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. എല്ലാവരും പോയി സിനിമ കാണുക. ബൈ ബൈ, താങ്ക് യു.